വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അങ്ങനെ നേരെന്താ വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. സമയം ഒരു 7 മണിയോട് അടുക്കപ്പിടിക്കാവുന്നുള്ളൂ. വാപ്പിച്ചിയുടെ ഓട്ടോറിക്ഷയൊക്കെ കഴുകി മിനിക്കുന്ന തിരക്കിലാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം നമ്മുടെ മുന്നത്തെ ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഓഫീസിലേക്കുള്ളൊരു ടൂളാണ് കേട്ടോ. അങ്ങനെ ഞാനും ഇക്കാക്കയും കൂടി ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഗ്യാരേജിലേക്കാണ് കേട്ടോ, ഓഫീസിലേക്കാണ്. അയാസിന് വെക്കേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ ഒരു സമയത്തിന് അങ്ങനെ കാര്യമായിട്ട് ഞാൻ കാണാറില്ല കേട്ടോ. കാര്യം രാത്രി വന്ന് കിടക്കുന്നതേ ഭയങ്കര ലേറ്റ് ആയിട്ടായിരിക്കും. മിക്കവാറും ഇപ്പോൾ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 12:30 1 മണി ആ ടൈമിലേക്ക് ആകുമ്പോഴാണ് കേട്ടോ വന്ന് രാത്രി കിടക്കുന്നത്. അറിയാലോ, നമ്മുടെ ഓഫീസിന്റെ ഷിഫ്റ്റിംഗ് ഒക്കെ ആയിട്ട് അവിടെ പണികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനോടനുബന്ധിച്ചാണ്. സത്യം പറഞ്ഞാല് ഈ ഒരു സമയത്ത് എഴുന്നേക്കുമ്പോൾ മാത്രം ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് ഈ ഒരു സമയത്ത് എഴുന്നേക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിരിക്കും. കൈയെടുത്ത് കാണിച്ചപ്പോഴാണ് ഇട്ട പൗഡർ ഇങ്ങനെ കയ്യിൽ കാര്യമായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ എല്ലാ കടകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതേ ഉള്ളൂ. ഇതേ മീൻ കച്ചവടക്കാരൊക്കെ ഇങ്ങനെ മീനൊക്കെ കൊണ്ടുവന്ന് ഇറക്കുന്നു. അങ്ങനെ എല്ലാ കടകളും രാവിലത്തെ ഒരു പ്രഭാത സമയം, പിന്നെ ചായക്കടകളൊക്കെ ഇങ്ങനെ തുറന്നേക്കുന്നു. അതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇത്രയും നേരത്തെ ഇതാ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് നമ്മുടെ ഗ്യാരേജിന്റെ പണി ഇതാ ഇവിടം വെച്ചിട്ട് സ്റ്റോപ്പായി നിൽക്കാൻ കേട്ടോ. അപ്പോൾ അടുത്ത പണികളിലേക്കുള്ള നമ്മുടെ കോൺട്രാക്ടറൊക്കെ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് അവിടെ ഡിസ്കസ് ചെയ്യട്ടെ, ഞാൻ നേരെ നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ താക്കോലൊക്കെ എടുത്തു അങ്ങനെ അകത്തേക്ക് കയറി. എനിക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ട്. അപ്പോഴേക്ക് നമ്മുടെ AC ഇവിടെ നിന്ന് അഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അറിയുന്നൊരു ഇക്കാക്ക തന്നെയാണ്. അപ്പോൾ ആള് വന്നേക്കുന്നത് കൊണ്ട് എനിക്കിനിയിപ്പോൾ AC അത് മാറ്റാതെ ക്ലീനിങ് കാര്യങ്ങളൊന്നും നടക്കില്ല. ചെറിയ രീതിയിലൊന്ന് പൊടി തട്ടിയിട്ട് നമ്മൾ എന്തായാലും നേരത്തെ വന്നതാണല്ലോ. അപ്പോൾ കുറച്ച് പൊടി തട്ടാനും കുറച്ചധികം വേസ്റ്റ് ഒക്കെ എടുത്ത് കത്തിക്കാനും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്കത് AC അഴിച്ചു വെക്കാനുള്ള ടൂളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ കുറേ അധികം നേരം ഈ ചൂലും ഇങ്ങനെ വെച്ചിട്ട് പോസ്റ്റായിട്ട് ഇരിക്കായിരുന്നു കേട്ടോ. കാര്യം അവരിനി മാറാതെ എനിക്ക് അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോൾ കുറച്ചധികം കാര്യമായിട്ട് ഞങ്ങൾക്ക് അടക്കലും പെറുക്കലും കൂടുതലാണ് കേട്ടോ. കാര്യം ഇവിടുത്തെ ഈ ഒരു നിലവിലുള്ള ഷോപ്പിൻ്റെ അലൂമിനിയം ഫാബ്രിക്കേഷനെ കുറച്ച് വർക്ക് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നേരെ നമ്മൾ പുതിയതായിട്ട് എടുത്ത സ്ഥലത്തേക്ക് മാറ്റാനുള്ള പരിപാടിയാണ്. അപ്പോഴേക്കും AC ഒക്കെ ഇവിടെ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ അവർ ഭദ്രമായിട്ട് സൈഡാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ വലിയ കാര്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈപോഡ് കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് വന്നില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വിചാരിച്ച പോലെ ഒന്നും കാണിച്ചു തരാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കാര്യം ഇക്കാക ഒരു സൈഡിൽ ബിസി ആയിരുന്നു. പിന്നെ ഇക്കാക വന്നപ്പോഴാണെങ്കിൽ ഇക്കാക എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇക്കാക അടിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്ത് വെച്ചപ്പോൾ ഞാൻ പറയായിരുന്നു, മിക്കവാറും എല്ലാവരും വിചാരിക്കാൻ ഞാനിവിടെ പോസ്റ്റാണ്, ഞാൻ വെറുതെ ഇങ്ങനെ കൂടെ നടക്കണേ, ഒന്നും ചെയ്യണില്ല എന്നൊക്കെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഇക്കാക വേഗം തന്നെ ആ ക്യാമറയൊക്കെ എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് നേരെ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളുടെ ഒരു തട്ടിക്കൂട്ട് ക്ലീനിങ് ഒരു പോർഷൻ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ നേരത്തേക്ക് എഴുന്നേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം വിശക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ശരിക്കും പറഞ്ഞാൽ അതാണ് എപ്പോഴും വേണ്ടത്. പക്ഷെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ബിസി സ്കെഡ്യൂൾസ് കാരണം നമുക്ക് അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് ചായ കുടിക്കാൻ ഓർത്ത് വന്നതാണ്. ഇതാണ് കേട്ടോ നമ്മളുടെ ഇപ്പോഴത്തെ ഗ്യാരേജിൻ്റെ അവസ്ഥ. അത്രയും പണിയിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം കേട്ടോ. ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടക്കാൻ. ചായക്കടയിലെത്തിയപ്പോൾ നിറയെ ചായക്കടികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, ചൂടനെ. നമ്മളങ്ങനെ ഓരോ ചായക്ക് പറഞ്ഞിട്ട് ഇക്കാക്ക് ഒരു ഉഴുന്നുവട, ഞാനൊരു എഗ് പഫ്സ് ആണ് കേട്ടോ കഴിച്ചത്. ഈ എഗ് പഫ്സ് അങ്ങനെ കുക്ക് ചെയ്ത പാടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചായയും എത്തി. അങ്ങനെ ചായ കൂടിയും ബാക്കി സെക്ഷനുള്ള ക്ലീനിങ്ങും കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആവാറായപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് വേഗം തന്നെ വരണം. കാര്യം നമ്മുടെ അടുത്ത സെക്ഷൻ പണിക്കാർ വരും കേട്ടോ. അപ്പോൾ അവർ വരുമ്പോൾ നമ്മളിവിടെ അത്യാവശ്യമാണ്. അപ്പോൾ അത് കാരണം വീട്ടിലേക്ക് പോവാണ്. പോണ വഴിക്ക് നമ്മുടെ നീർക്കോട് പള്ളിയിൽ പെരുന്നാളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അടുത്ത ദിവസം തന്നെ തോരണങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സമയത്ത് ഇതിൽ രാത്രിയും പകലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം നമ്മൾ രാത്രി പോകുമ്പോൾ നിറയെ വെട്ടം ഉണ്ടാവുമല്ലോ, ഈ മറ്റേ ചെറിയ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ, സീരിയൽ ലൈറ്റൊക്കെ. അപ്പോൾ അങ്ങോട്ട് പോയി അത്ര ഉഷാർ എനിക്ക് തിരിച്ചു വരുമ്പോൾ ഇല്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ വന്ന പാടെ എൻ്റെ യൂഷ്വൽ ക്ലീനിങ്ങിലേക്കൊക്കെ കടന്നു കേട്ടോ. ഇപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത്രയും ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ നേരത്തെ പോവുകയും ചെയ്യും. അപ്പം മിക്കവാറും കൂടുതൽ പണികൾ ഒമ്പിച്ച് തന്നെയാണ് കേട്ടോ. മക്കളെ ഹാൻഡിൽ ചെയ്യുന്നതും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഹംനാനെ കുളിപ്പിച്ച് നേരെ ഇക്കാക്കാനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാക്ക കാര്യമായി മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു കേട്ടോ. ഉമ്മിച്ചി നല്ല ഇടിയപ്പവും സോയാബീൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഹയാസിന് തന്നെ കഴിക്കാനുള്ള മടിയാണ് കേട്ടോ ഈ കാണുന്നത്. ഭയങ്കര മടിയാണ് തന്നെ കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് കേട്ടോ ഇരുന്ന് കഴിച്ചത്. സമയം ഏതാണ്ട് ഒരു 10:30-11 മണിയോടെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇക്കാക ഫ്രഷ് ആയിട്ടിരിക്കാൻ കേട്ടോ, റെഡി ആയാൽ മാത്രം മതി. ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം. ഒരു സെറ്റ് തുണികൾ ഞാൻ അലക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നേരെ വാഷിംഗ് മെഷീനിൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ കൊണ്ടുപോയിട്ട് എനിക്ക് വിരിച്ചിട്ടിട്ട് കുളിക്കാന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഫുഡ്. നമുക്ക് യൂഷ്വലി അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ ഉമ്മമാർ കുക്ക് ചെയ്ത് തരുമ്പോൾ ഭയങ്കര രസമായിരിക്കുമല്ലോ. അങ്ങനെ എൻ്റെ ഒരു ബിസി ആയിട്ട് തന്നെ വേഗം പണികളൊക്കെ തീർത്തിട്ട് ഇറങ്ങിയപ്പോൾ ഹംനാക്ക് നല്ല വാശി. ഹംനാക്ക് ഞങ്ങളുടെ കൂടെ വരണമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വാശി പിടിച്ചിരുന്നത്. വാശിയൊന്നും
മാറ്റാനായിട്ട് ഞാൻ അവളെ എടുത്തിട്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള കടയിലേക്ക് വന്നതാണ് കേട്ടോ. എന്തെങ്കിലും 1-2 മിഠായി വാങ്ങിച്ച് അവളുടെ കയ്യിൽ കൊടുത്ത് അവളൊന്ന് ഹാപ്പി ആയിരിക്കുമല്ലോ. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ കടയിലേക്ക് എത്തിയപ്പോഴേക്കും കട പൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കട ഒരു 11-11:30 ആകുമ്പോഴേക്കും പൂട്ടും. അതുകൊണ്ട് കട പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അത് ഓർത്തില്ല കേട്ടോ അവളെ എടുത്തുകൊണ്ട് വന്നപ്പോൾ. പിന്നെ ഞാൻ അവളെ സമാധാനിപ്പിച്ചു. കാര്യം നമ്മൾ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും അതിൻ്റെ പിണക്കമുണ്ട് കേട്ടോ. അത് കാരണം പുള്ളിക്കാരിനെ വീട്ടിലാക്കിയിട്ട് വലിയ കാര്യമായിട്ടൊന്നും നോക്കണുണ്ടായില്ല. നേരെ പോയി വാതിലടിച്ച് അകത്തേക്ക് കയറാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഹംനാനെ ഒരു കണക്കിന് വീട്ടിലിറക്കിയിട്ട് നമ്മൾ നേരെ പോവാണ് ഓഫീസിലേക്ക്. ഈ ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഇന്ന് കാര്യമായിട്ടുള്ള ബിസി കാര്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. നല്ല രീതിയിൽ ഓട്ടപ്പാച്ചിലുകളുണ്ട്. അതുപോലെ തന്നെ ഇന്ന് എന്തായാലും നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടാവും എന്ന് അറിയാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇതേ ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബൈ ബൈ.